ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ക്യൂനെസ് ആണ്. അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നറിയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ബെൽ ഷേപ്ഡ് ആണ്. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്നത് മീനിലായിരിക്കും. അതായത് മാക്സിമം പോയിന്റായി മീനിൽ നിന്നും നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് എങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഏരിയയും റൈറ്റ് സൈഡിലെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. അതുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അല്ല എങ്കിൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കുറച്ച് ഏരിയ കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തുവരും? ലെഫ്റ്റ് സൈഡിൽ ഏരിയ കുറച്ച് കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ആ ഡിസ്ട്രിബ്യൂഷൻ എന്തല്ല? സിമെട്രിക് അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ സ്ക്യൂനെസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സിമെട്രി, ആ സിമെട്രിയുടെ ലാക്കിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്യൂനെസ് എന്ന് പറയുന്നത്. When a series is not symmetrical, it is said to be asymmetrical or skewed. ഒരു സീരീസ് സിമെട്രിക് അല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് asymmetrical or skewed. ഇനി ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ട് ടൈപ്പ് ഓഫ് സ്ക്യൂനെസ് ആണ് ഉള്ളത് അല്ലെ. ഒന്ന് പോസിറ്റീവ് സ്ക്യൂനെസ്സും അനദർ വൺ ഈസ് നെഗറ്റീവ് സ്ക്യൂനെസ്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൈറ്റ് സൈഡിലാണ് ചരിവ് കൂടുതൽ വരിക. അതായത് ഇതിനൊരു ടെയില് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ ആ സ്ക്യൂനെസ്സിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് സ്ക്യൂനെസ്. പോസിറ്റീവ് സ്ക്യൂനെസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ മീൻ ആണ് ഏറ്റവും വലുത്, അതിലും കാട്ടിയും ചെറുത് മീഡിയൻ, ഏറ്റവും ചെറുത് മോഡായിരിക്കും. ഇനി നെഗറ്റീവ് സ്ക്യൂനെസ്. നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ചരിവ് വരുന്നത്. അതായത് ലോങ് ടെയില് വരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്ക്യൂനെസ്സിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് സ്ക്യൂനെസ്. നെഗറ്റീവ് സ്ക്യൂനെസ്സിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. സോ ഏറ്റവും വലിയ വാല്യൂ മോഡ്, അതിനെക്കാട്ടിയും ചെറുത് മീഡിയൻ, ദെൻ ഏറ്റവും ചെറുത് എന്തായിരിക്കും? മീൻ. ഇനി മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്ക്യൂനെസ് മെഷർ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് ആണ്. ഒന്ന് കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, സെക്കൻഡ് വൺ ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഇപ്പൊ എന്താ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ നോക്കാം. കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് is denoted by Jp and that is given by the formula mean minus mode by standard deviation. ഇനി നമുക്കറിയാം ചില കേസിൽ മോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് മോഡ് ഈസ് ഇൽ ഡിഫൈൻഡ് എന്ന് പറയും. സോ അങ്ങനത്തെ കേസില് ഈ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3 into mean minus median divided by standard deviation. ഈ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് വരുന്നത് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതിന്റെ ഇക്വേഷൻ JB, Bowley's coefficient is denoted by JB and that is equal to Q3 plus Q1 minus 2M divided by Q3 minus Q1. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈൽ, Q3 തേർഡ് ക്വാർട്ടൈൽ and M is the median.